കണ്ടാൽ സലാമാദ്യം അലിയ ചൊല്ലലേ. ഒരു ദിനം അലി സിദ്ദീഖിനെ കാണുന്നതാ, എന്നിട്ട് മിണ്ടാതെന്ന് താൻ നിൽക്കുന്നതാ. സിദ്ദീഖുനൽ അക്ബർ സലാം പറയുന്നതാ, അത് കേട്ട് സയ്യിദുനാ അലി മടക്കുന്നതായി. തമ്മിൽ പിരിഞ്ഞുടൻ ചെന്നു സിദ്ദീഖന്ന് വിവരം റസൂലുള്ളാഹിയോടുണർത്തുന്നു. ഞാനിന്നലിയെ കണ്ടു വഴിയിൽ നിന്ന്, ഉണ്ടായതും വിപരീതമാ പതിവിന്നെ. താൻ കണ്ട നേരം മൗനമായി മിണ്ടാതെ, നബിയെ എനിക്കത് ക്ലേശമായി വല്ലാതെ. ഇത് കേട്ട് ത്വാഹ വിളിച്ചു ചോദിച്ചെന്താ, പതിവിന്നു വിപരീതം നടത്താനന്താ. ഈ രാത്രിയിൽ ഞാൻ സ്വർഗമില്ലൊരു മന്ദിരം കണ്ടിട്ടു ചോദ്യം ചെയ്തിതാർക്കതിനുത്തരം. ആദ്യം സലാം പറയുന്നവർക്കാണെന്നാ, അതുകൊണ്ട് സിദ്ദീഖിനൊഴിഞ്ഞതു തന്നാ. തസ്ലീമിനപ്പോൾ തന്നെ മറുപടി വാജിബാ, അത് വാജിബാകാൻ കാരണം പല മൂജിബാ. കേട്ടാലുടൻ അതിനുത്തരം ചെയ്യാതെ വന്നാൽ ഇഹാനത്താക്കലാവല്ലാതെ. മുസ്ലിമിനെ നിന്ദിക്കാതിരിക്കൽ വാജിബാ, ഇത് വാജിബിന്റെ ബവാഇസിൽ ഒരു മൂജിബാ. തഫ്സീർ ഗാസിൻ നോക്കിതൊന്നാം ഭാഗമിൽ 470 ചേർന്നതിൽ കെലിമത്ത് തൗഹീദ് എഴുത് ലൗഹിൽ എന്ന് കലമോടിലാഹിൽ നിന്ന് കൽപ്പന വന്ന്. ഉടനെഴുതി വന്നതിനോട് കൽപ്പന പിന്നെയും ചേർത്തെഴുത് നീ അതിനോട് രണ്ടാം കലിമയും. മുഹമ്മദ് എന്ന് ശ്രവിച്ചു രണ്ടാം കലിമയിൽ, ഉടനത് സുജൂദിൽ വീണു റബ്ബിനു താഴ്മയിൽ. അപ്പോൾ കലം ചോദിച്ചിലാഹീനോട്, യാ സയ്യിദി മുഹമ്മദാരാണെന്ന്. കലമേ തഅദ്ദബ് പിന്നവർ ഖൗലിങ്ങനാ, സൃഷ്ടിച്ചതെല്ലാം നബി മുഹമ്മദ് ഹുബ്ബിനാ. നബിക്കുള്ള പേര് ശ്രവിച്ച മധുരം കൊണ്ട് കലമന്ന് പൊട്ടിവിടർന്നതിന്നും ഉണ്ട്. ഉടനസ്സലാമു അലൈക നബിയേ എന്ന് തിരുമുസ്തഫായ്ക്ക് ലഭിച്ചു കലമിൽ നിന്ന്. അതിനുത്തരം കൊടുക്കേണ്ടത് അത്യാവശ്യമാ, അതിനാരുമില്ലെന്നുള്ളതും ഒരു സത്യമാ. അപ്പോൾ ഇലാഹതിനുത്തരം ചെയ്യുന്നതായി പരിപൂർണ രീതിയിൽ തന്നവൻ മടക്കുന്നതായി. തസ്ലീമു സൃഷ്ടിയിൽ നിന്നു വന്നത് സുന്നാ, സൃഷ്ടാവിൽ നിന്നും വന്നതോ ഫറളെന്നാ. ഇതുപോലെ മിസ്ബാഹുൽ ഉള്ളതാ, 186 വിവരിച്ചതാ. മടക്കാതിരിക്കും എന്ന് കണ്ടാലും ഇത് പറയേണ്ടതാണെന്നാണ് നിയമം ഉള്ളത്.
ഷർവാനിയിൽ നീ നോക്ക് കാര്യം വ്യക്തമാ 228 പേജും കൃത്യമാ. തസ്ലീം മുശ്രിക്കിനോട് വേണ്ട എന്ന അതിലായ ജൂസു പ്രബലവും അതു തന്നെ. നിനക്കസ്സലാമു അലൈക്കുമെന്നു പറഞ്ഞത് ഒരു മുശ്രിക്കാണെങ്കിൽ നീ എന്താ വേണ്ടത്? മറുപടി കൊടുക്കൽ വാജിബാണെന്നുള്ളതാ. വഅലൈക എന്നു പറഞ്ഞു നീ നിർത്തേണ്ടതാ. വാവോടു കൂടെയും വാവൊഴിച്ചും പിന്നെ മീമിന്റെ ഹാലത് പോലെ ജായിസ് തന്നെ എന്നുള്ളതും പറയുന്നു കല്യൂബീല. 215 ഭാഗം 4. ഔറാദിലായവനിൽ സലാം പറയണ്ട, പറഞ്ഞാലവൻ മടക്കേണ്ടതില്ലതുകൊണ്ടാ. തദ്രീസിലാണ്ടവനെന്നു കണ്ടാൽ പിന്നെ തശ്വീഷ് വരുമെന്നോർത്തതൊഴിക്കുക തന്നെ. റൂഹുൽ ബയാൻ തഫ്സീർ 470 നോക്കാം നിനക്കിത് കാണുമൊന്നാം ഭാഗമിൽ. തശ്വീഷിനിടയില്ലെങ്കിലാകാമെന്ന് ഷർവാനിയിൽ വിവരിച്ചതാ പറയുന്നു. അതിനുള്ള ഭാഗം 9 കാണുന്നതാ. 228 വിവരിച്ചതാ. താലിൽ ഖുർആൻ മടക്കേണ്ടതില്ലെന്നാണ് പ്രബലം, ഇതിൽ മടക്കേണ്ടതാണെന്നാണ്. ഖതീബിനും പറയേണ്ടതില്ല എന്ന് ഇആനത്തെന്ന കിതാബിലും പറയുന്നു. ദോഷത്തിലാണ്ടവനെന്ന് കണ്ടാലും ഇത് പറയേണ്ട നീ എന്നാണ് റാസിയിലുള്ളത്. ഗുഹ്യം പിടിച്ചവനിൽ സലാം പറയണ്ട, മടക്കുന്നതും മക്റൂഹ് തന്നതുകൊണ്ടാ. സംസാരമായാൽ തന്നെ മക്റൂഹുള്ളതാ എന്നും ഫതാവൽ കുബ്രയിൽ കാണുന്നതാ. അതിനുള്ള പേജ് 148 നോക്കേണ്ടതാണതിനുള്ള ഭാഗം 4. അമുസ്ലിമാണവനെന്ന് ബോധ്യം വന്ന് എന്നാൽ കൊടുത്തത് നീ മടക്കൽ നന്ന്. അവനോട് പിൻവലിച്ചെന്ന് നീ പറയേണ്ട, അതുകൊണ്ട് തന്നത് നീ തിരിച്ചു തരേണ്ടതാ. എഴുത്തിൽ സലാമയക്കുന്നതും ഖദ് സുന്ന, അതുപോലെ തന്നേൽപ്പിച്ചയക്കലുമെന്ന. മറുപടി കൊടുക്കൽ വാജിബാണിവ രണ്ടിനും പറയുന്നതാ മുത്തവല്ലിമാമിതു മുഴുവനും. യാ ആയിഷ നിനക്കസ്സലാം ജിബ്രീലിദാ പറയുന്നു എന്ന ഹദീസ് മുസ്ലിമിലുള്ളതാ. ആരോ സലാം ഒരു കൂട്ടരിൽ പറയുന്നതായി അവരൊക്കെ വ്യാപൃതരാണ് എന്തോ ഖൈറിലായി. എന്നാൽ പറഞ്ഞവനും അതിൽ പങ്കുള്ളതാ. ഖൈറല്ല എങ്കിൽ ഇവന് കേസില്ലാത്തതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ.
196 മദ്ഹലിലുള്ളതാ. ഗുണമെന്ന മഴ മുറിയാതെ നീ ചൊരിപ്പിക്കണേ, അഹ്മദ് നബിക്കും മാലിനും പെരുപ്പിക്കണേ.